കൂട്ടി ഞാനൊരു പൂമര പൂമരക്കൊമ്പിൽ അവിടെ കയറിയ എന്റെ കണ്ണി കുരുവാടാ. വാട്ടാപ്പറ്റ് ഞാൻ അവിടെ തുടച്ചോണ്ടിരിക്കണ കണ്ടില്ലേ? ചെരുപ്പിട്ടോണ്ട് കാര്യം പറഞ്ഞത്. ഞാനേ എന്ത് കുഴപ്പമെന്നറിയോ, ടൈൽസിന് ഭയങ്കര തണുപ്പ്, അപ്പോൾ ഭയങ്കര ടിക്കിളിയാവും കാര്യം. അതുകൊണ്ട് പിന്നെ കൈ കുത്തി നടന്നോടാ. കൈ കുത്തി നടക്കുമ്പോൾ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ അതും ഇക്കിളിയാവൂലേ? ഓ അപ്പൊ ഇക്കിളി പരുവം മാറിയില്ല എനക്ക്. ചെറുതായിട്ട് മാറാൻ എന്ത് ചെയ്യണം പറഞ്ഞു. നീ എന്താ അത് തുടച്ചാൽ മാറുവേണ്ട, ഇവിടെ ഇങ്ങോട്ട് തൊടാ. കാണിക്കോടാ. നീ എന്തിനാ ഇപ്പൊ കെട്ടിയെടുത്തോണ്ട് വന്നത്? നോക്കുന്നത് അവിടെ മൊത്തം ഇല്ലാതാക്കി. കെട്ടിയെടുത്തെന്നുള്ള സംസാരം നിർത്തണം പ്ലീസ്. ഞാൻ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രൊട്ടക്ഷനാ? എന്തോന്ന് പ്രൊട്ടക്ഷൻ? തീവ്രവാദികൾ അറ്റാക്ക്, ഐ പ്രൊട്ടക്ഷൻ. നിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണം ഇറങ്ങി പോടാ. അങ്ങനൊന്നും പോകാൻ പറ്റൂല. അങ്ങനെ പോണത് എടേ ഒന്നാതെ അപ്പത്തെ അമ്മച്ചി ഇന്നലെ പറഞ്ഞു ഇവിടെ കണ്ട സരസ്വതി മറ്റേപ്പുറത്ത് കണ്ട ആമ്പിള്ളേരെ ഇവിടെ കാര്യം ഇറങ്ങണമെന്ന്. ആര് പറഞ്ഞു? അവര് പറഞ്ഞു. അവരെന്നെ കാണുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ അവർക്ക്. അല്ലെങ്കിൽ അവർ പറഞ്ഞു നിങ്ങൾ എന്തിനു കേൾക്കാൻ പോണത്? അതിന്റെ ആവശ്യം എന്ത്? ഇവിടെ നാണക്കേടല്ലേ? ഇവിടെ പെമ്പിളേർ മാത്രം താമസിച്ച സ്ഥലമില്ലടാ. നിന്നെ പോലെ 2-3 അലവലാദികൾ അപ്പോഴപ്പോഴും അവിടെ വന്ന് കയറി കഴിഞ്ഞാൽ ആൾക്കാർ അതൊക്കെ പറയൂലേ? ഞാൻ കയറി വരുന്നതാണപ്പോൾ പ്രശ്നം. അത് തന്നെ പ്രശ്നം. ഒരു കാര്യം ചെയ്യും, എന്നെ വിളിച്ച ചാരുവാണ്. ചാരുവിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ നിൽക്കണോ പോട്ടെ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറഞ്ഞു. അടാ വരുന്നു. ചോദിച്ചു നോക്ക്. ഞാൻ ഇവിടെ നിൽക്കണോ പോണ്ടെന്ന് ചോദിച്ചു നോക്ക്. നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. മോളെ ഇവൻ എന്തിനാ ആവശ്യമില്ലാതെ ഇവിടെ വിളിച്ചു വരുത്തണേ? അമ്മാവാ ഒരു മിനിറ്റ്. എടാ കാര്യങ്ങളൊക്കെ സെറ്റാണോടാ? എല്ലാം സെറ്റാണ്. നിന്റെ അമ്മാവിന് സൈഡായി കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തോ ശരി പറഞ്ഞേ മോളെ. എന്തിനാ പറഞ്ഞേ മോളെ? പോണില്ല മോളെ. അമ്മാവിൻ്റെ അടുത്ത് ഞാൻ രാവിലെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞതല്ലേ. എൻ്റെ പൊന്നു മോളെ, അവർ വരുമ്പോൾ നമുക്ക് കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ യവൻ എന്തെങ്കിലും ചെയ്യാൻ നിന്ന് യവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയ ആ വരുന്നവർ ഈ വീട് മൊത്തം ബോംബിട്ട് നശിപ്പിച്ചിട്ട് പോകും. ഞാൻ പൂര നെഗറ്റീവാണ് ഏട്ടങ്ങേരി. വാ തുറന്ന നെഗറ്റിവിറ്റിയാണ്. അമ്മവാ അവന് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അവൻ കറക്റ്റായിട്ട് ചെയ്തോളും. എടാ നീ നിന്റെ രീതിക്ക് എന്താന്ന് വെച്ചാൽ മൂവ് ആയിക്കോ. ഓക്കെ. അതെ, മേഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എങ്ങനെ? മേഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ഞങ്ങളുടെ രീതിയിൽ വിട്ടേക്ക്, ഞങ്ങൾ ചെയ്തോളാം. അതെ 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 ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചു. പറ. അവർ കുഞ്ഞിനെ എടുക്കാനല്ലേ വരുന്നത്? അപ്പം നമ്മൾ ആ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അവർ കുഞ്ഞിനെ മറ്റൊന്നും മിണ്ടാതെ പോകൂലേ? എന്തോ നീ പറയുന്നത്? അതെ, അങ്ങനെ കുഞ്ഞിനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതെന്താ കൊടുക്കാൻ പറ്റാത്ത? നിങ്ങളല്ലേ പറഞ്ഞത് ഈ കൊച്ചു അവരെ കൊച്ചാണെന്ന്. പിന്നെ എന്താ കൊടുത്തുകൂടാത്ത? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞൻ തീവ്രവാദിയാകും. ഇതിപ്പോ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പൊന്നെണ്ണ, നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കണത്? എനിക്ക് വിട്ടതാ. ഞാൻ ഇതിനൊക്കെ ട്രെയിനിങ് കിട്ടിയാണ് ഞാൻ ഡീൽ ചെയ്തിട്ടാണ്. ഡോണ്ട് ഇന്റർഫിയർ ഇൻ മൈ എന്തോന്ന് ചെയ്തോളൂ മക്കളെ. സമാധാനപ്പെട്ടു. ഗൈസ് കം ഓൺ. മോളെ ഞാൻ വീണ്ടും പറയാം, ഇത് കുട്ടിക്കളിയല്ല. ഒന്നും മിണ്ടായിരിക്കാം മാവാ. വാ ഞാൻ പറഞ്ഞു. മിളക്പൊടി, മുളകൊടിന്ന് മുളകൊടി, വെളിച്ചെണ്ണ. ഡേ ഇവ എന്തോ മീൻ പൊരിക്കാൻ വന്നത് അവിടെ?